സിനിമ കണ്ടായിരുന്നോ? അപ്പോൾ അത് നമ്മളൊരു സൈക്കോളജിക്കൽ ത്രില്ലറായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അതൊരു ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ആണ്. അതിനകത്തൊരു സയൻറ്റിഫിക് എലിമെൻ്റ് ഉണ്ട്, ഒരു പാരലൽ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് പ്രോമിസ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയായിട്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കൂടുതൽ ആളുകളിലേക്ക് നമുക്ക് പ്രസൻറ്റ് ചെയ്യുക. അതിൻ്റെ ഒരു ടാർഗറ്റഡ് ഓഡിയൻസ് എന്ന് പറയുന്നത് ഒരു മോഡേൺ സിനിമകൾ ഇഷ്ടപ്പെടുന്ന, പുതുമ ഇഷ്ടപ്പെടുന്ന നമ്മുടെ മലയാളി സിനിമ പ്രേക്ഷകർക്ക് ഭയങ്കര അക്സെപ്റ്റിംഗ് ആവുന്ന ഒരു സിനിമയാണ്. നമുക്ക് നല്ല രീതിയിലുള്ള റിവ്യൂസ് വരുന്നുണ്ട്, എല്ലായിടത്തും നമ്മൾ ഹാപ്പിയാണ്. അപ്പോൾ അത് കൂടുതൽ ഒരു അവയർനെസ് കൊടുക്കുക, ആളുകൾ തിയേറ്ററിൽ വരിക, ഒരു 4K അറ്റ്മോസ് ഓഡിറ്റോറിയത്തിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷനോടെ സിനിമ കണ്ടിറങ്ങാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞങ്ങൾ സിനിമ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയുന്നതിൽ സന്തോഷം. അത് മാക്സിമം അവയർനെസ് കൊടുക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം നമുക്ക് ആവശ്യമുണ്ട്. താങ്ക് യു. യെസ്, സോ ഇനി നമ്മുടെ ഡയറക്ടറിനോടാണ് സംസാരിക്കാൻ പോകുന്നത്. കാരണം ഏതൊരു സിനിമയും അത്ര മനോഹരമാവണമെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് മനോഹരമാവണം, ആൻഡ് അതിൻ്റെ ഡയറക്ഷണൽ ബ്രില്യൻസ് കൂടെയാണ് ഈ ഒരു മൂവിന് ഇത്രയും എന്താ പറയുക, നമ്മളുടെ എല്ലാവരെയും ആ ഒരു തിയേറ്ററിൽ ഇരിക്കുമ്പം ഇറ്റ്സ് ലൈക്ക് ആ ഒരു ഫുൾ ടൈം വി ആർ സിറ്റിംഗ് ദെയർ, വി ഡോണ്ട് വോണ്ട് ടു ഗെറ്റ് അപ്പ് ബിക്കോസ് ദ മൂവി വാസ് ഷോട്ട് എക്സെപ്ഷണലി. സോ റിയ സർ, എന്താണ് പറയാനുള്ളത്? എല്ലാവരും സിനിമ കണ്ടു തുടങ്ങിയിട്ടുള്ള റെസ്പോൺസാണ് കിട്ടിയത്. ഇന്നലെ റിലീസ് ആയല്ലേ ഉള്ളൂ. പക്ഷെ ഇന്നലെ ഒരു ഈവനിങ്ങിന് ശേഷം നമുക്ക് നല്ല നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള റെസ്പോൺസസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് ഭയങ്കര സന്തോഷമാണ്. അതിനൊരു സന്തോഷം വന്നുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഇരിക്കാം എന്ന് തീരുമാനിച്ചത്. അതുവരെ ഞങ്ങളൊന്നും ഇരിക്കുകയായിരുന്നു. സോ ഇപ്പം നമുക്ക് എന്താ പറയുക, നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ അടുത്ത എഫേർട്ടിനനുസരിച്ചിട്ടുള്ള റിവ്യൂസൊക്കെ വന്നു തുടങ്ങി. സോ അതൊന്നുകൂടെ ഒന്ന് അതിൻ്റെ ഒരു വിസിബിലിറ്റി നമുക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത്. കാരണം ആ സിനിമ അത് ഡിസേർവ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് നല്ല ടാലൻസ് ഈ സിനിമയിലുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ സൗണ്ട് ആണെങ്കിൽ, അല്ലെങ്കിൽ വിഷ്വൽസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഒരു ടോപ്പ് നോച്ച് ടെക്നിക്കൽ ടീമിനെ അസംബിൾ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അർഹിക്കുന്ന രീതിയിലുള്ളൊരു വിസിബിലിറ്റി അതിന് കിട്ടിക്കഴിഞ്ഞാൽ കുറേ കൂടെ നല്ല റിപ്പോർട്ട്സും കുറേ കൂടെ നല്ല റിവ്യൂസും നമ്മുടെ എഫേർട്ടിനനുസരിച്ചുള്ള റിവ്യൂസൊക്കെ കിട്ടും എന്നൊരു ഉറപ്പ് നിൽക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രസ് മീറ്റിനെ കുറിച്ച് ആലോചിച്ചതും. ഉറപ്പായിട്ട് എല്ലാവരും കാണുക. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു ജോണറാണ് സിനിമ. ഒരു സൈക്കോളജിക്കൽ ഇൻവെസ്റ്റിഗേറ്റീവ് സിനിമ എന്ന രീതിയിലാണ് ഞങ്ങൾ അതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എൻവിയോൺമെൻറ്റ് സെറ്റായി വരാനുള്ളൊരു ഫസ്റ്റ് ഹാഫും ആ എൻവിയോൺമെൻറ്റിൽ നിന്ന് പിക്ക് ചെയ്ത് ക്ലൈമാക്സിലോട്ടുള്ളൊരു പേസുമാണ് ഈ സിനിമയുടെ ഒരു മൂഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചില റിവ്യൂസിലൊക്കെ ഞാനിങ്ങനെ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലാഗ് ഉണ്ടെന്നൊക്കെ കേട്ടായിരുന്നു. പക്ഷെ അത് മേ ബി ആളുകൾക്ക് ലാഗായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം, മേ ബി അത്. പക്ഷെ അതൊരു സൈക്കോളജിക്കൽ ഡിസ്ട്രക്ഷൻ ഉള്ള ഒരാളുടെ മൈൻഡ് സെറ്റ് പറഞ്ഞു പോകുമ്പോൾ നമ്മൾ ആ കഥ ആവശ്യപ്പെടുന്ന ഒരു ഫോർമേഷൻ ഓഫ് ദ വേൾഡ് ഉണ്ട്. അതാണ് ആക്ച്വലി നമ്മളവിടെ ട്രീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് എത്രത്തോളമാണ് അതിന് സക്സസ് ആയിട്ടുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഇപ്പോൾ കിട്ടുന്ന റിവ്യൂസും ഇപ്പോൾ കിട്ടുന്ന ആളുകളുടെ പേഴ്സണലായിട്ടുള്ള മെസ്സേജസ് ആണെങ്കിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും കാണുന്ന കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ അതൊന്ന് മാക്സിമം ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര നന്നായി ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ അത് ഒരു നല്ല രീതിയിലൂടെ എത്തിക്കുക എന്നുള്ളതാണ് ആവശ്യം. അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ കാണണം, നിങ്ങളിലൂടെ ആളുകളെ കാണട്ടെ കൂടുതലായിട്ട്. താങ്ക് യു. യെസ്, താങ്ക് യു. ഐ തിങ്ക് അദ്ദേഹം പറഞ്ഞതുപോലെ ക്ലൈമാക്സിൻ്റെ ആ ഒരു 30 മിനിറ്റാണ് നമ്മളെ എല്ലാവരെയും ആ സീറ്റിൽ ഇങ്ങനെ പിടിച്ചിരുത്തുന്നത്. ബിക്കോസ് സത്യം പറയാലോ ഒരു രക്ഷയില്ലായിരുന്നു. താങ്ക് യു. ആ ഒരു ക്ലൈമാക്സിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ആ സിനിമയുടെ ഉദ്ദേശം. അത് ആളുകൾക്ക് പ്രഡിക്റ്റബിൾ ആവാത്ത രീതിയിൽ മാക്സിമം കൊണ്ടുപോകുക എന്നുള്ളൊരു അതാണ് അതിൻ്റെ ചാലഞ്ച് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിപ്പോൾ ക്ലൈമാക്സ് നല്ലതാണ് എന്ന് പറയുമ്പോൾ നമുക്കതൊരു സന്തോഷമുണ്ട്. അത് ഇനിയും ആളുകൾ സന്തോഷിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കട്ടെ. തീർച്ചയായിട്ടും സർ. സോ അടുത്തതായിട്ട് നമ്മളുടെ വെരി വെരി ടാലന്റഡ് ആൻഡ് യങ് ആയിട്ടുള്ള ഷബിൻ, അദ്ദേഹത്തിന് തന്നെയാണ്. യെസ് ഷബിൻ, പ്ലീസ് ടെൽ us your experience of the movie. ഹലോ, നമസ്കാരം. ആദ്യം തന്നെ എല്ലാവരോടും നന്ദി പറയട്ടെ, നിങ്ങളെല്ലാവരും ഇങ്ങനെ വന്നേന്. എല്ലാവരും സിനിമ കണ്ടോ? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കണ്ടിട്ടുണ്ടോ? ഓക്കെ, നല്ല ഫീഡ്ബാക്സ് ഉണ്ട്. ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ തന്നെ പറയുന്നുണ്ട് ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ടെന്ന്. അപ്പം ഒരുപാട് സന്തോഷം. എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു.
ഇതിൻ്റെ കോർ ഐഡിയ കേട്ടപ്പോഴും ഇതിൻ്റെ ക്ലൈമാക്സിലെ ഏരിയ നമുക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ചേച്ചീൻ്റെ കൂടെ ആണെങ്കിലും റഹ്മാനിക്കാൻ്റെ കൂടെ ആണെങ്കിലും അർജുൻ, ബിനു, പപ്പു, ദൃശ്യ, കുറേ പേരുണ്ട്, കുറേ ആക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത്. എല്ലാവരോടും വർക്ക് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പടം തിയേറ്ററിൽ പോയി കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി തന്നെ കാണണം. എക്സ്പീരിയൻസ് ചെയ്യാൻ ഉള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം തിയേറ്ററിൽ തന്നെ പോയി കാണണം. താങ്ക് യു. യെസ്, സോ നമുക്കിനി ഒരാൾ കൂടെ ഉള്ളു ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് പേരെല്ലാവരും ഭാവനയുടെ ചിത്രം എന്നുള്ള രൂപേണയാണ് അത് കാണാൻ പോകുന്നത്. ആൻഡ് ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, ആ തിയേറ്ററിൽ കയറി ഇറങ്ങുന്നത് വരെ യു മേഡ് ഷുവർ ദാറ്റ് ഞങ്ങളുടെ ആ ഒരു എക്സ്പെക്ടേഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വി വർ വെരി ഹാപ്പി വാച്ചിങ് ദ മൂവി. ആൻഡ് ട്രസ്റ്റ് മീ, ഐ സോ എൻ ഇൻ്റർവ്യൂ വൈ യു വർ ടെല്ലിങ് എൻ്റെ ചിത്രം അല്ലെങ്കിൽ ഞാൻ അഭിനയിച്ച ചിത്രമാണെന്ന് വിചാരിച്ചിട്ട് ഇതിന് ഒരു ചാൻസ് കിട്ടണം എന്നല്ല, ബട്ട് ദിസ് മൂവി ട്രൂലി ഡിസേർവ്സ് എ ചാൻസ് എന്ന് പറഞ്ഞു. സോ ഐ തിങ്ക് മൂവിയുടെ സ്റ്റോറിയും ഭാവന എന്ന് പറയുന്ന ആക്ടറിൻ്റെ മികച്ച ആക്ടിങ് സ്കിൽസ് മെയ്ഡ് ദിസ് മൂവി ആൻ എൻറ്റയർ, എന്താ പറയുക, ദർ ഇസ് നോ വേർഡ്സ് ഫോർ us ടു ഡിസ്ക്രൈബ്, ബിക്കോസ് അത്രയും ഒരു ബ്യൂട്ടിഫുൾ എലമെൻ്റ് ആണ് ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തത്. ഫ്രോം യുവർ 89th മൂവി ചെറിയൊരു ഗ്യാപ്പ് എടുത്തു, യു കെയിം ബാക്ക് വിത്ത് എ ബിഗ് ബാങ് ആൻഡ് ട്രസ്റ്റ് മീ എവ്രിബഡി ലവ്ഡ് ഇറ്റ്. സോ വി വോണ്ട് ടു നോ വാട്ട് യു എക്സ്പീരിയൻസ്. ഈ ഒരു മൂവി എടുക്കുമ്പം എങ്ങനെയായിരുന്നു യുവർ എക്സ്പീരിയൻസ് വിത്ത് ദ എൻറ്റയർ ടീം, ഇവരൊക്കെ ഒപ്പം എത്രത്തോളം ഫൺ ആയിരുന്നു എന്നൊക്കെയാണ് ഞങ്ങൾക്ക് ഇനി അറിയേണ്ടത്. എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അനോമി ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് മൂവി തന്നെയാണ്. ഇത് എൻ്റെ സിനിമ അല്ലെങ്കിൽ വേറൊരു ആക്ടറിൻ്റെ സിനിമ എന്നൊന്നുമില്ല. ഇത് കംപ്ലീറ്റ്ലി റിയാസ് മാറാത്തിൻ്റെ സിനിമയാണ്. റിയാസിൻ്റെ സിനിമയിൽ ഞങ്ങളെല്ലാവരും ക്യാരക്ടേഴ്സായി വരുന്നു എന്ന് മാത്രം. സോ ഒരിക്കലും ഇത് ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് ഫിലിമാണെന്നോ അല്ലെങ്കിൽ ഒരു മെയിൽ ഓറിയൻറ്റഡ് ഫിലിം അങ്ങനെയൊന്നും ഞങ്ങൾ എവിടെയും അവകാശപ്പെട്ടിട്ടില്ല. ഇത് ഈ കഥകൾ ഞങ്ങളെ ആകർഷിച്ചതും എനിക്ക് തോന്നുന്നു ഈ ക്ലൈമാക്സും അതിന് മുൻപ് വരുന്ന ട്വിസ്റ്റും ഒക്കെ തന്നെയാണ്. അപ്പം അത് വർക്കൗട്ട് ആയി എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് കിട്ടുന്ന മെസ്സേജുകളും അല്ലാതെ വരുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളും കമൻറ്റുകളും ഒക്കെ നമുക്ക് കാണുന്നതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത് ഞങ്ങൾക്ക് കണക്റ്റായ ആ ഒരു ഫാക്ടർ ഓഡിയൻസിന് കണക്റ്റായി എന്ന് തന്നെയാണ്. നമ്മളും ഈ ഒരു സിനിമയിൽ നമുക്ക് ഇപ്പോൾ ഒരു 2 മണിക്കൂർ സിനിമയാണെങ്കിൽ 2 മണി ആദ്യത്തെ മിനിറ്റ് തൊട്ട് അവസാനത്തെ മിനിറ്റ് വരെ എല്ലാം കണക്റ്റ് ആവണമെന്നില്ല. പക്ഷെ അതിൽ കണക്റ്റ് ആവേണ്ട മെയിൻ സംഭവം ശരിക്കും പറയുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫും ക്ലൈമാക്സും ഒക്കെ തന്നെയാണ്. അപ്പം അതിൻ്റെ ആ ട്വിസ്റ്റ് വർക്കായി എന്ന് വരുന്ന കമൻസ് ശരിക്കും ഞങ്ങൾക്ക് തോന്നുന്നു ഞങ്ങളുടെ ജഡ്ജ്മെൻറ്റ് ശരിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കമൻസുകളാണ്. അപ്പം അതിൽ ഒരുപാട് സന്തോഷം. കാരണം ഒരുപാട് ടെക്നിക്കൽ പിന്നെ ക്വാളിറ്റീസുള്ളൊരു മൂവിയാണ്. അത് ഇവിടെ സിനിമ തിയേറ്ററിൽ പോയി കണ്ടവർക്ക് മനസ്സിലാവും. കാണാത്തവർ പ്ലീസ് ഗോ വാച്ച് ഇറ്റ് ഇൻ ദ തിയേറ്റേഴ്സ്. കാരണം ഞങ്ങളിപ്പോൾ ഈ അടുത്തൊരു പോസ്റ്റ് ഇപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് ഞങ്ങൾ കണ്ടേ ഉള്ളൂ. അതിൽ ഒരാൾ എഴുതിയിട്ടുണ്ടായിരുന്നു, ആൾ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ഈ സിനിമ, തിയേറ്ററിൽ കണ്ട ഒരു എക്സ്പീരിയൻസ് എനിക്ക് പറയാൻ പറ്റില്ല. സോ ഈ സിനിമ ഇനി OTT-യിൽ വരുമ്പോൾ നിങ്ങൾ ആരെങ്കിലും കണ്ട അയ്യോ ഇത് ഞങ്ങൾ തിയേറ്ററിൽ കണ്ടില്ലല്ലോ എന്നുള്ളൊരു മിസ്സിങ് വരാതെ ഇരിക്കട്ടെ. ബിക്കോസ് ഇത് 100% തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു മൂവിയാണ്. കാരണം അങ്ങനത്തെ ഒരു വിഷ്വൽ പിന്നെ ഒരു മാജിക് ഇതിലുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടാൽ തന്നെ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രസ് മീറ്റും അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആൾക്കാർ ഇതിൻ്റെ ഈ പടത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയണം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു പ്രസ് മീറ്റിൻ്റെ ഇത് വെച്ചത്. എനിക്ക് ഡെഫിനറ്റ്ലി നല്ല അനുഭവമായിരുന്നു. ഈ ക്യാരക്ടറും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ കഥയും അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് നമ്മൾ എൻജോയ് ചെയ്തൊരു പ്രോജക്റ്റ് തന്നെയാണ്. അതിൽ നമുക്ക് കിട്ടുന്ന ഈ ഒരു റെസ്പോൺസിൽ നമ്മൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇതൊരു കുറച്ച് എന്താ പറയുക എപ്പോഴും വരുന്ന ഒരു സിനിമയല്ല ഇത് ഇടയ്ക്ക് സംഭവിക്കുന്ന ഒരു സിനിമയാണ്. ഇത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമകളിൽ നിന്ന് അയ്യോ അതുപോലെ ആയില്ല ഇതുപോലെ ആയില്ല അങ്ങനെയുള്ളൊരു മൂവിയേ അല്ല. ഇത് തീർച്ചയായിട്ടും ആൾക്കാരെ സർപ്രൈസ് ചെയ്യുന്ന ഇതുവരെ മലയാളത്തിൽ നമ്മൾ ട്രൈ ചെയ്യാത്ത എലമെൻസ് ഉള്ള സിനിമയാണ്. നമ്മൾ തന്നെ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് തന്നെ എന്നുള്ളൊരു ചളിപ്പാണ്. പക്ഷേ വരുന്ന പോസ്റ്റുകളിൽ നിന്നും കമൻറ്റുകളിൽ നിന്നും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും സെയിം സംഭവം തന്നെയാണ് ആൾക്കാരും പറയുന്നത്. അത് ഓഡിയൻസിന് കണക്റ്റായി എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണ്. സോ ഡെഫിനറ്റ്ലി തിയേറ്ററിൽ പോയി കാണുക. തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും ഫോർ ഷുവർ. അതൊന്നും ഒരിക്കലും നിങ്ങൾ ഇത് തിയേറ്ററിൽ കണ്ടില്ലെങ്കിലും എന്താണെന്നുള്ളൊരു ഫീൽ എന്തായാലും വരില്ല. അത് ഞങ്ങൾ ഗ്യാരണ്ടി തരുന്നു.